ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജ്വ ഭാഗം 4. എല്ലാവരും എൻ്റെ അജ്വയെക്കുറിച്ചറിയാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ആയിഷ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചു. അവളുടെ നോട്ടം കണ്ടാൽ അറിയാം എൻ്റെ വാ തുറക്കുന്നതും കാത്തിരിക്കുന്നതാണെന്ന്. പക്ഷെ എന്തോ മൗനം എന്നെ കൂട്ടുപിടിച്ചിരിക്കുകയായിരുന്നു. ആ മൗനത്തെ ഭേദിച്ചു കൊണ്ട് അവൾ തന്നെ സംസാരിച്ചു തുടങ്ങി. ഷാ, എനിക്ക് നീ ഇന്നലെ വാക്ക് തന്നതാണ് അജ്വയെക്കുറിച്ച് പറയാമെന്ന്. ഇനി എന്നെ പറ്റിക്കരുത്. ഞാനൊന്ന് പുഞ്ചിരിച്ചു. അജ്വ, അവളെക്കുറിച്ച് എവിടെ നിന്ന് തുടങ്ങണമെന്നോ എന്തു പറയണമെന്നോ അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ. ഷാ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു വിമൻസ് കോളേജ് ഉണ്ടായിരുന്നു. ഫുൾ ഹിജാബോട് കൂടി മാത്രം വരുന്ന പെൺകുട്ടികൾ. ഞങ്ങൾ മിക്സഡായി പഠിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ കാണുന്നത് തന്നെ വെറുപ്പാണെന്ന് പറയാം. പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എനിക്ക് അവരെ കാണുമ്പോൾ കൗതുകമാണ് തോന്നിയത്. നമ്മളൊക്കെ ടി വിയിൽ ആനിമൽ പ്ലാന്റ് കാണില്ലേ? അതിൽ പെൻഗ്വിനുകളില്ലേ? അവർ കൂട്ടം കൂടി നടന്നു പോകുന്നത് കാണാൻ നല്ല രസമല്ലേ? അതുപോലെ ഇവരും കൂട്ടം കൂടി നടന്നു പോകുന്നത് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. എൻ്റെ നോട്ടം കണ്ട് അന്ന് എല്ലാവരും കളിയാക്കി. കാരണം എന്താണെന്നറിയോ? അവരെ വായി നോക്കിയിട്ട് എന്ത് കിട്ടാനാ എന്ന് ചോദിക്കും. പക്ഷേ വൈകുന്നേരം അവരെ കോളേജ് വിട്ടു കഴിഞ്ഞാൽ അവർ കൂട്ടം കൂടി പോയി കഴിഞ്ഞിട്ടേ ഞാൻ പോകാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ കണ്ണുകൾ ആ സുറുമ കണ്ണുകളിൽ ഉടക്കിയത്. എന്തോ പെട്ടെന്ന് എൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെ. ഞാൻ വീണ്ടും നോക്കുമ്പോഴേക്കും ആ കണ്ണുകൾ മറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ കണ്ണുകൾ ആ സുറുമ കണ്ണുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. 2 ദിവസം കാത്തിരുന്നിട്ടും അവളെ കണ്ടില്ല. എൻ്റെ നിരാശ കണ്ടിട്ട് കൂട്ടുകാരൻ എന്നെ കളിയാക്കാൻ തുടങ്ങി. അവരെല്ലാവരും ഒരുപോലെ തന്നെയല്ലേ വസ്ത്രം ധരിക്കുന്നത്? പിന്നെ എങ്ങനെ മനസ്സിലാവാനാ? ഇല്ല, അവളിതിലില്ല, എനിക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ തീർത്തു പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ആ കണ്ണുകൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തോ ആ കണ്ണുകൾ എന്നെ നോക്കിയില്ല. തലകുനിച്ചായിരുന്നു നടപ്പ്. അങ്ങനെ മിഴികൾ തമ്മിൽ കഥ പറഞ്ഞുകൊണ്ട് 1 മാസം തന്നെ കടന്നുപോയെന്ന് പറയാം. അവസാനം എൻ്റെ കൂട്ടുകാരൻ സലീം ഇതിൽ ഇടപെടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അവളും അവളുടെ 2 കൂട്ടുകാരികളും നടന്നു വരുമ്പോൾ അവൻ അവരുടെ മുന്നിൽ കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിൽക്കുന്ന ആളോട് എൻ്റെ കൂട്ടുകാരൻ ഒടുക്കത്തെ പ്രേമമാണ്. ഒന്നൊന്ന് നോക്കിയിട്ട് പോണേ. ഓൻ്റെ പറച്ചിൽ കേട്ട് എൻ്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ല പച്ചത്തെറിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മൗനം പൂണ്ട കണ്ണുകൾ നിറഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലായ്മ തോന്നി. പിന്നീടുള്ള ദിവസങ്ങളിലും ഞാൻ കാത്തിരുന്നെങ്കിലും എൻ്റെ മുന്നിൽ കൂടെ തന്നെ തലകുനിച്ച് നടന്നു പോവുകയായിരുന്നു. പിന്നെ അവൾ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അതുമാത്രം മതിയായിരുന്നു എനിക്ക് ഈ ലോകത്ത് സന്തോഷം തരാൻ. അങ്ങനെ ഇരിക്കെയാണ് ഓണത്തിൻ്റെ വെക്കേഷൻ വന്നത്. അന്ന് അവൾ പോകും വഴി ആദ്യമായി എന്നോട് സംസാരിച്ചു. ഞാനിനി 10 ദിവസം ഇവിടെ ഉണ്ടാവില്ല. എൻ്റെ വീട് കുറച്ച് ദൂരത്താ, അതുകൊണ്ട് അങ്ങോട്ട് പോകും. ചോദ്യഭാവത്തിലുള്ള എൻ്റെ നോട്ടം കണ്ടപ്പോൾ അവളുടെ കൂട്ടുകാരി പറഞ്ഞു, അവളെ വീട് കോഴിക്കോടാണ്. ഇവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഇനി വെക്കേഷൻ കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. ഞാനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുക മാത്രം ചെയ്തു. എന്തോ എനിക്കൊന്നും മുരിയാടാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ 10 ദിവസം എനിക്ക് 10 കൊല്ലത്തെ പോലെയാണ് തോന്നിയത്. ഒരിക്കൽ പോലും അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു. പ്രതീക്ഷിച്ചതിലുപരി വെക്കേഷൻ വന്നതിന് ശേഷം അവൾ എന്നോട് കൂടുതൽ അടുക്കുകയായിരുന്നു. കാണുമ്പോഴൊക്കെ ചെറുതായിട്ടെങ്കിലും സംസാരിക്കും, അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ അവളുടെ മുഖം കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. അവൾ ഹോസ്റ്റലിലേക്കും ഞാൻ ബസ് സ്റ്റോപ്പിലേക്കും. ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ, അതുകൊണ്ട് ഒരുമിച്ചായി യാത്ര. അങ്ങനെ പതുക്കെ അവളുടെ കഥകളും വീടും കുടുംബവും എല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. ശരിക്കും ഒരു വായാടി പെണ്ണായിരുന്നു. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ വാ പൂട്ടില്ല. പറഞ്ഞു നിർത്തി ഞാൻ മെല്ലെ മൗനം പൂണ്ട് ചാരിയിരുന്നു കണ്ണുകളടച്ചു. എൻ്റെ ചിന്ത അവളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു തുടങ്ങി, എൻ്റെ വീട്ടിൽ ഞാനും ഉമ്മച്ചിയും വാപ്പച്ചിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. അതെന്താണെന്നറിയോ? ഇല്ല എന്ന് ഞാൻ തലയാട്ടി. 2 പ്രേമിച്ച് കെട്ടിയതാ.
സത്യമായിട്ടും? സത്യമാണ്. എൻ്റെ ഉമ്മച്ചിയും ബാപ്പച്ചിയുടെയും നാട് ഇവിടൊന്നുമല്ല. അവർ കർണാടകയിലാണ്, കൊടകിൽ. ബാപ്പച്ചിയുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സൈനബത്താത്താൻ്റെ മോളായിരുന്നു എൻ്റെ ഉമ്മച്ചി. വളരെ ചെറുപ്പം മുതലേ അവിടെ വരുമായിരുന്നു. എൻ്റെ ഉമ്മയുമായി ബാപ്പ വളരെ കൂട്ടുകൂടി. പക്ഷേ കളിക്കൂട്ടുകാരി എപ്പോഴോ മനസ്സിൽ കയറിക്കൂടി. അത് തിരിച്ചറിഞ്ഞ വല്യപ്പ എൻ്റെ ഉമ്മച്ചീനെ വേഗം കെട്ടിച്ചു വിടാൻ പറഞ്ഞു. അവർ തന്നെ കല്യാണം ശരിയാക്കി. പിന്നെ അവരുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. എൻ്റെ കൂടെ നീ ഇറങ്ങി വരുമോ എന്ന ചോദ്യത്തിന് എങ്ങോട്ടാണെങ്കിലും ഞാൻ വരുമെന്ന് ഉമ്മച്ചിയുടെ മറുപടി മതിയായിരുന്നു അവർക്ക് തീരുമാനമെടുക്കാൻ. അങ്ങനെ കല്യാണത്തലേന്ന് ആരും അറിയാതെ അവരെ രണ്ടും ഒളിച്ചോടി. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. ഇന്ന് അവർക്ക് കൂട്ടായി ഞാനും. പക്ഷേ അവർ തോറ്റിട്ടില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഹലോ, മതി ഉറങ്ങിയത്. ആയിഷ തട്ടി വിളിച്ചപ്പോഴാണ് സീറ്റിൽ കണ്ണും പൂട്ടിയിരിക്കുകയാണെന്ന് ഓർമ്മ വന്നത്. എല്ലാവരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ഞാൻ മെല്ലെ എണീറ്റ് പുറത്തിറങ്ങി. കണ്ണുകൾ അമർത്തി തുറച്ചു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് നടന്നു. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഇന്ന് എൻ്റെ കുഞ്ഞോള് വരുന്നുണ്ട്. അത് മാത്രമല്ല, നാളെ അവളെ ഇക്കാക്ക ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. മുറ്റത്ത് കാറ് വന്ന് നിന്ന ഒച്ച കേട്ട് നമ്മൾ ഓടിപ്പോയി വാതിൽ തുറക്കാൻ. അപ്പത്തേക്ക് അമ്മായി വന്ന് വാതിൽ തുറന്നിരുന്നു. നമ്മളെ ഓട്ടം കണ്ടിട്ട് അമ്മായി കണ്ണുരുട്ടിയെന്ന് നോക്കി. അതോടെ അവിടെ ബ്രേക്ക് ചവിട്ടി. അകത്തേക്ക് കയറി വന്ന കുഞ്ഞോളെ കൈപിടിക്കാൻ നോക്കി അമ്മായിയെ മറികടന്നു അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അമ്മായിയുടെ കണ്ണിൽ തീപാറുന്ന നോട്ടം ഞാൻ കാണുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ ഞാൻ വാതോരാതെ കുഞ്ഞോള് പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവൾ പെട്ടെന്ന് പറഞ്ഞത് കേട്ട് ഞാനും അമ്മായും ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. കഥ തുടരും. അപ്പോൾ അടുത്ത ഭാഗവുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരും. ഓക്കെ, ബൈ.